പഹൽഗാം ആക്രമണത്തിന് മുമ്പ് കാശ്മീർ ആപേക്ഷിക സമാധാനത്തിന്റെയും പുരോഗതിയുടെയും സമയമാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. വിനോദസഞ്ചാരത്തിൽ വൻ കുതിച്ചുചാട്ടം ജമ്മു കാശ്മീരിൽ ഉണ്ടായി. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും റെക്കോർഡ് വർധനവുണ്ടായി. കാശ്മീരിലെ സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വർഷങ്ങളായി നിലനിന്നിരുന്ന സംഘർഷത്തിൽ നിന്ന് താഴ്വര പതുക്കെ സുഖം പ്രാപിച്ച് വരികയായിരുന്നു. വിവിധ മേഖലകളിൽ കാശ്മീരിന്റെ പുരോഗതി പ്രകടമായി. അവയിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ടൂറിസം മേഖലയിലെ മാറ്റമാണ്. കാശ്മീരിലെ അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യം, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, മെച്ചപ്പെട്ട സുരക്ഷാ സാഹചര്യം എന്നിവ വിനോദസഞ്ചാരികൾക്ക് കശ്മീർ ആകർഷകമായ സ്ഥലമാക്കി മാറ്റി. സന്ദർശകരുടെ ഒഴുക്ക് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ സ്വാധീനവും ചെലുത്തി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, കാശ്മീരിൽ കൃഷിയും അഭിവൃദ്ധി പ്രാപിച്ചു. പ്രദേശത്തിന്റെ ഫലഭൂയിഷ്ഠമായ മണ്ണും അനുകൂലമായ കാലാവസ്ഥയും വിവിധ വിളകൾ വളർത്തുന്നതിന് അനുയോജ്യമാക്കി തീർത്തു. മേഖലയിലെ വളർച്ച മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനത്തിന് കാരണമായി. കാശ്മീരിന്റെ GDP വളർന്നുകൊണ്ടിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ മേഖല ഗണ്യമായ വികസനം കൈവരിച്ചു. മേഖലയിൽ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരാൻ സർക്കാരും മറ്റ് പങ്കാളികളും നടത്തിയ ശ്രമങ്ങളുടെ തെളിവായിരുന്നു ഈ പുരോഗതി. കാശ്മീരിന്റെ പുരോഗതിയിൽ പാകിസ്ഥാൻ അസ്വസ്ഥരാണെന്ന് തോന്നുന്നു. പതിറ്റാണ്ടുകളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കവിഷയമായ കാശ്മീരിന്മേലുള്ള ദീർഘകാല അവകാശവാദത്തിൽ നിന്നാണ് രാജ്യത്തിന്റെ ആശങ്കകൾ ഉടലെടുക്കുന്നത്. പഹൽഗാം ആക്രമണത്തിനും അതിന്റെ പ്രത്യാഘാതങ്ങൾക്കുമെതിരായ പാകിസ്ഥാന്റെ പ്രതികരണം മേഖല വികസിപ്പിക്കാനും സ്ഥിരത കൈവരിക്കാനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ലെന്ന് സൂചിപ്പിക്കുന്നവയാണ്. അതേസമയം ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്ത് 3 ചിന്താധാരകൾ ഉടലെടുത്തിരുന്നു. ആദ്യത്തേത് സ്വാതന്ത്ര്യമാണ്. ഒരു സംഘം കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായി വാദിച്ചു. കാശ്മീരിന്റെ അതുല്യമായ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സ്വത്വം നിലനിർത്താൻ ശ്രമിച്ചു. ഈ വീക്ഷണം സംസ്ഥാനത്തിന്റെ വ്യതിരിക്തതയും സ്വയംഭരണ സ്ഥാപനമായി അഭിവൃദ്ധി പ്രാപിക്കാനുള്ള കഴിവും ഊന്നിപ്പറഞ്ഞു. അതായത്, കാശ്മീരിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണം. രണ്ടാമത് പാകിസ്ഥാനുമായുള്ള ലയനമാണ്. മതപരവും സാംസ്കാരികവുമായ ബന്ധങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട മറ്റൊരു സംഘം പാകിസ്ഥാനിൽ ചേരുന്നതിനെ അനുകൂലിച്ചു. പങ്കിട്ട ഇസ്ലാമിക മൂല്യങ്ങളും ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും പാകിസ്ഥാനെ കാശ്മീരിന് സ്വാഭാവികമായി അനുയോജ്യമാക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചു. മൂന്നാമത് ഇന്ത്യയുമായുള്ള ലയനമാണ്. ഒടുവിൽ മൂന്നാമത്തെ ചിന്താധാരയുള്ള സംഘമാണ് വിജയിച്ചതും. കാശ്മീരിനെ ഇന്ത്യയുമായുള്ള സംയോജനത്തിനായി അവർ വാദിച്ചു. ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾ, ജനാധിപത്യ തത്വങ്ങൾ, സാമ്പത്തിക അവസരങ്ങൾ എന്നിവ മുന്നിൽ കണ്ടുകൊണ്ട് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാവണമെന്ന് അവർ ആഗ്രഹിച്ചു. അമർനാഥ് ക്ഷേത്രത്തിലെ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള പഹൽഗാം ആക്രമണം മേഖലയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മേഖലയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുക. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ഇതിനകം തന്നെ ദുർബലവുമാണ്. ഇന്ത്യയുമായുള്ള സൈനിക ഏറ്റുമുട്ടൽ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥ തകർക്കും. രാജ്യത്തിന്റെ വിദേശ കരുതൽ ശേഖരം 2 മാസത്തെ ഇറക്കുമതിക്ക് പോലും പര്യാപ്തമല്ല. കയറ്റുമതി കുറയുന്നു. ഇന്ത്യയുമായുള്ള സംഘർഷം സാമ്പത്തിക വെല്ലുവിളികളെ കൂടുതൽ വഷളാക്കും. പഹൽഗാം ആക്രമണത്തിന് മുമ്പുള്ള കാശ്മീരിന്റെ പുരോഗതി മേഖലയിൽ ശാശ്വതമായ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരാൻ സാധ്യതയുള്ള പ്രധാന സംഭവ വികാസമായിരുന്നു. പുരോഗതിക്കും തുടർന്നുള്ള ആക്രമണത്തിനുമുള്ള പാകിസ്ഥാന്റെ പ്രതികരണം മേഖലയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സങ്കീർണതകളെയും വെല്ലുവിളികളെയും എടുത്തു കാണിക്കുന്നു. സ്ഥിതിഗതികൾ അസ്ഥിരമായി തന്നെ തുടരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വരും ദിവസങ്ങളിൽ എങ്ങനെ വികസിക്കുമെന്ന് കണ്ടറിയണം.